ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. കെജ്രിവാളിന്റെ ജാമ്യം ഡൽഹി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അരവിന്ദ്, കെജ്രിവാളിന് തിരിച്ചടി, ഇന്നും ജാമ്യം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ ഉണ്ട്? അമൃത, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 21-നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി ജാമ്യം നൽകിയത്. ഇതിന് പിന്നാലെ ഈ ജാമ്യത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ED ഡൽഹി ഹൈക്കോടതിയിൽ എത്തുകയും ഇതിൽ മണിക്കൂറുകളടക്കം വാദങ്ങൾ കേട്ടതിനു ശേഷം ഇതിൽ ഉത്തരവ് പറയാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത്. പക്ഷേ അന്ന് ഡൽഹി ഹൈക്കോടതി വിചാരണ കോടതിയുടെ നടപടികൾ താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഉത്തരവ് പറയുന്നവരായിരുന്നു ഈ ജാമ്യം നൽകിയ നടപടി താൽക്കാലികമായി തടഞ്ഞത്. ഇപ്പോൾ പൂർണ്ണമായും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. പ്രധാനമായും ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ നടപടി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ്. ഇതുകൂടാതെ തന്നെ വിചാരണ കോടതി നടപടികൾക്കെതിരെയും ഹൈക്കോടതിയുടെ ഭാഗത്ത് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിയല്ലെന്നും ഇതുകൂടാതെ തന്നെ PMLA പ്രകാരമുള്ള നിർബന്ധിത വ്യവസ്ഥകൾ വിചാരണ കോടതി ഉത്തരവിൽ ശരിയായി ചർച്ച ചെയ്യില്ലെന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സുപ്രീം കോടതി അടക്കം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ്. വിചാരണ കോടതിയുടെ നടപടികൾ ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. PMLA 45-ാം വകുപ്പ് നിർദ്ദേശിക്കുന്ന ഇരട്ട വ്യവസ്ഥ പാലിച്ചാണോ വിചാരണ കോടതിയുടെ ഉത്തരവെന്ന് സംശയിക്കുന്നതായും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ ആണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഉത്തരവ് വായിക്കുന്നത്. എന്തായാലും EDയുടെയും അതുപോലെ തന്നെ കേജ്രിവാളിന്റെയും അഭിഭാഷകർ ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. എന്തായാലും നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഈ ഡൽഹി ഹൈക്കോടതി ഈ ജാമ്യം താൽക്കാലികമായി തടഞ്ഞ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി ഈ ഹർജി നാളെ പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ സുപ്രീം കോടതി ആരംഭിക്കുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഹർജി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിനെതിരെ ED ഇവിടെ ഡൽഹി ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചത് ഇപ്രകാരമായിരുന്നു. രണ്ട് തരത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ഡൽഹി മദ്യ അഴിമതിയിൽ പ്രതിയാകുന്നത്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ അഴിമതിയിൽ നേരിട്ട് അരവിന്ദ് കെജ്രിവാൾ പണം ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ തന്നെ ആം ആദ്മി പാർട്ടി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ കൺവീനർ എന്ന നിലയ്ക്കും അരവിന്ദ് കെജ്രിവാൾ ഇതിൽ പ്രതിയാണെന്നും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തായാലും EDയുടെ വാദങ്ങളെല്ലാം ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രധാനമായും നേരത്തെ ED ചൂണ്ടിക്കാണിച്ചത് തങ്ങൾക്ക് വാദിക്കുവാൻ വിചാരണ കോടതിയിൽ ആവശ്യമായ സമയം ലഭിച്ചില്ലെന്നും ED അന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഡൽഹി ഹൈക്കോടതി EDയുടെ വാദങ്ങൾ ഒരു പരിധിവരെ അംഗീകരിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ അവധിക്കാല ബെഞ്ചിന് ഹൈക്കോടതിയുടെ വിമർശനമുണ്ട്. മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങൾ ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്? ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ ജഡ്ജിയായ സുധീർ കുമാർ ജെയിനാണ് ഇപ്പോൾ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് വിചാരണ കോടതിയുടെ പല നിരീക്ഷണങ്ങളും ശരിയല്ലെന്നാണ്. പ്രധാനമായും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിചാരണ കോടതി ഉത്തരവിൽ EDക്കെതിരെ ഉണ്ടായിരുന്നു. ED പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നതെന്നും അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട നേരിട്ട് തെളിവുകൾ ഹാജരാക്കുന്നതിൽ ED പരാജയപ്പെട്ടുവെന്നായിരുന്നു അന്ന് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലെ വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതുകൂടാതെ തന്നെ ആരോപണങ്ങളിൽ എത്ര സമയം വേണമെന്നുള്ള അല്ലെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്നുള്ള കാര്യത്തിൽ ED മൗനം പാലിക്കുന്നു അടക്കമുള്ള നിരീക്ഷണങ്ങൾ വിചാരണ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. ഇതടക്കം ഈ ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് EDയുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ED ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിചാരണ കോടതിയുടെ പല നിരീക്ഷണങ്ങളും ശരിയല്ല. ഇതുകൂടാതെ തന്നെ PMLA നിയമവുമായി ബന്ധപ്പെട്ട പല വ്യവസ്ഥകളും ഈ ജാമ്യം നൽകിയ ഉത്തരവിൽ ചർച്ചയായിട്ടില്ലെന്നും ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വിധി വായിച്ചു, ഇപ്പോൾ വിധി പ്രഖ്യാപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. അരവിന്ദ്, EDയുടെ വാദങ്ങൾ അംഗീകരിക്കുകയാണോ കോടതി? അമൃത, ഒരു പരിധിവരെ EDയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ED പ്രധാനമായും അന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഏകദേശം 5 മണിക്കൂറോളം വാദം ഡൽഹി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിനെതിരായ ഹർജിയിൽ നടന്നിരുന്നു. അന്ന് 4 മണിക്കൂറോളം EDയാണ് വാദിച്ചിരുന്നത്. പ്രധാനമായും അന്ന് ചൂണ്ടിക്കാണിച്ചത് വിചാരണ കോടതിയിൽ തങ്ങളുടെ വാദം ഉയർത്താൻ വേണ്ടിയുള്ള ആവശ്യമായ സമയം തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും ഇതുകൂടാതെ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒരുപാട് തങ്ങളുടെ പക്കലുണ്ട്. മാപ്പുസാക്ഷിയായവരുടെ മൊഴികളുണ്ട്. ഇതുകൂടാതെ തന്നെ
കേസിലെ മറ്റ് സാക്ഷികളുടെ മൊഴികളുണ്ട്. ഇതൊന്നും വിചാരണ കോടതി പരിഗണിച്ചില്ല എന്നായിരുന്നു ED അന്ന് വാദമുയർത്തിയത്. ഇതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഈ അഴിമതി പണം നേരിട്ട് ആവശ്യപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. ആ ഒരു കാരണത്താൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യ അഴിമതി കേസിൽ പ്രതിയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ആം ആദ്മി പാർട്ടിയും EDയും അതുപോലെ തന്നെ CBIയും പ്രതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയ്ക്കും അരവിന്ദ് കെജ്രിവാൾ കേസിൽ പ്രതിയാകുന്നു. അത്തരം ഒരു പ്രതിയെ എങ്ങനെയാണ് വിചാരണ കോടതി തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നതെന്നായിരുന്നു EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഹൈക്കോടതിയിൽ വാദമുയർത്തിയത്. എന്തായാലും EDയുടെ വാദങ്ങളെല്ലാം ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നേരത്തെ താൽക്കാലികമായിട്ടായിരുന്നു ഡൽഹി ഹൈക്കോടതി ഇതിന് സ്റ്റേ നൽകിയിരുന്നത്. ഇപ്പോൾ ആ നടപടി പൂർണ്ണമായും ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇന്ന് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ എന്തൊക്കെയായിരുന്നു അരവിന്ദ്? അമൃത, അന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വാദങ്ങൾ നടന്നപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അടക്കം ചൂണ്ടിക്കാണിച്ചത് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെടുന്ന നേരിട്ട് തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ 2 വർഷം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോഴും യാതൊരുവിധ തെളിവുകളും EDക്ക് ശേഖരിക്കുവാൻ സാധിച്ചില്ല. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ പണമിടപാട് തെളിയിക്കുന്നതിൽ ED പരാജയപ്പെട്ടു. ഇതുകൂടാതെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകിയവരും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ സംസാരിച്ചവർക്കും പിന്നീട് ജാമ്യം ലഭിക്കുകയും അതിൽ പലരും മാപ്പുസാക്ഷികൾ അടക്കമായെന്നുള്ള ആരോപണം കൂടി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉയർത്തിയിരുന്നു. പ്രധാനമായും കെജ്രിവാളിന്റെ അഭിഭാഷകർ അന്ന് ചൂണ്ടിക്കാണിച്ചത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യം ആരും മൊഴി നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ പ്രതി ചേർത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് എങ്ങനെയാണ് ഈ പ്രതികൾ അറസ്റ്റിലായി മാസങ്ങൾക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പേര് എങ്ങനെ ഉയർന്നു വരുന്നു? ഈ പ്രതികൾക്കടക്കം പിന്നീട് അവരെ സാക്ഷികളാക്കുകയും അവർക്ക് ജാമ്യം ലഭിക്കുകയും അടക്കമുള്ള നടപടികൾ ലഭിച്ചിരുന്നു. ശരത്ചന്ദ്ര റെഡ്ഡി അടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ അന്ന് വാദമുയർത്തിയത്. ശരത്ചന്ദ്ര റെഡ്ഡി നിലവിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ മാപ്പു സാക്ഷിയാണ്. അരവിന്ദ് കെജ്രിവാളിന് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാക്ഷി ശരത്ചന്ദ്ര റെഡ്ഡിയാണ്. ആദ്യം ശരത്ചന്ദ്ര റെഡ്ഡി ഇതിൽ പ്രതിയാവുകയും പിന്നീട് കെജ്രിവാളിനെതിരെ മൊഴി നൽകിയപ്പോൾ മാപ്പു സാക്ഷിയാക്കി അടക്കമുള്ള വിമർശനങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉയർത്തിയത്. ഇതുകൂടാതെ തന്നെ EDയുടെയും CBIയുടെയും കുറ്റപത്രത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രതി ചേർത്തിരുന്നില്ലെന്നും ഇത്തരത്തിൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഈ വാദങ്ങളെല്ലാം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. വിചാരണ കോടതിയുടെ ഉത്തരവ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച പല നിരീക്ഷണങ്ങളും ശ്രദ്ധിക്കാതെയാണ് അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ജാമ്യം നൽകിയ അവധിക്കാല ബെഞ്ചിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനമുണ്ട്. വിചാരണ കോടതിയുടെ ഉത്തരവിലെ നിരീക്ഷണങ്ങൾ ശരിയല്ല. EDയുടെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പറയുന്നത്. PMLA നിയമത്തിലെ സെക്ഷൻ 45 വിചാരണ കോടതി പരിഗണിച്ചില്ല. ഇതുകൂടാതെ തന്നെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ്. അതുമായി ബന്ധപ്പെട്ട് 21 ദിവസം അന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമായിട്ടാണ് ജാമ്യം നൽകുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ പദവിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കരുതെന്ന നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമെന്ന് ആം ആദ്മി പ്രവർത്തകർ അടക്കം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തന്നെ തുടരും. പക്ഷേ നാളെ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ എത്തിയത് ജാമ്യം താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ്. അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരായ ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഹൈക്കോടതി ഉത്തരവിന് വന്നതിന് ശേഷം സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിക്കാമെന്ന്. പക്ഷേ ഹൈക്കോടതി എങ്ങനെയാണ് താൽക്കാലികമായി ഈ ജാമ്യം തടയുന്നത് അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ ഉത്തരവ് പരിശോധിക്കാതെ താൽക്കാലികമായി എങ്ങനെയാണ് ഈ ജാമ്യം തടഞ്ഞതടക്കമുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി അന്ന് തന്നെ ഉയർത്തിയിരുന്നു. എന്തായാലും നാളെ സുപ്രീം കോടതി ഹർജികൾ പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലുള്ള വാദങ്ങളും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമൃത, അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ നാളെ സുപ്രീം കോടതി ഇത് പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നാളെ വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വിഷയം എത്തുമ്പോൾ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും കെജ്രിവാളിനുണ്ടോ? അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം സുപ്രീം കോടതി അടക്കം ഈ കേസുകളിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചിരുന്നു. അന്നൊന്നും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ജാമ്യം നൽകണമെന്ന ഹർജിയിലാണ് കേജ്രിവാളിന് 21 ദിവസത്തെ ജാമ്യം അനുവദിക്കുന്നത്. പക്ഷേ പല നിരീക്ഷണങ്ങളും ഹൈക്കോടതി നിരീക്ഷണങ്ങൾക്കെതിരായുള്ള വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. നാളെ ഹർജികൾ പരിഗണിക്കുമ്പോൾ തനിക്ക് അനുകൂലമായ ഒരു ഉത്തരവ്
ഉത്തരവ് ഉണ്ടാകണമെന്ന വാദം പ്രധാനമായും കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉയർത്തും. ഇതുകൂടാതെ തന്നെ പ്രധാനമായും സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചത് ജാമ്യം തടയുമ്പോൾ വിചാരണ കോടതിയുടെ ഉത്തരവ് പരിശോധിക്കേണ്ട എന്നൊരു ചോദ്യം സുപ്രീം കോടതി അന്ന് ചോദിച്ചിരുന്നു. എന്തായാലും നാളെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ സുപ്രീം കോടതിയിലും നടക്കുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. എന്തായാലും തൽക്കാലം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. നാളെ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാകും. എന്തായാലും ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ജഡ്ജിയായ സുധീർ കുമാർ ജെയിനാണ് ഇപ്പോൾ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അമൃത, ഈ ഒരു സമയത്ത് ഈ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ആരുടെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ അരവിന്ദ്? ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണം ആദ്യ നിമിഷങ്ങളിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ജാമ്യം താൽക്കാലികമായി തടഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞത് ഇത്തരത്തിൽ ഇഡിയും അതുപോലെ തന്നെ BJPയും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും തകർക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ അന്ന് പ്രതികരിച്ചിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി സംബന്ധിച്ചോളം വലിയ രീതിയിൽ തിരിച്ചടിയാണ്. കാരണം ഡൽഹിയിൽ ജലക്ഷാമം അടക്കം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഡൽഹി മന്ത്രി അതിഷി നിരാഹാര സമരം നടത്തിയിരുന്നു. ആ നിരാഹാര സമരം ഇന്നാണ് അവസാനിപ്പിച്ചത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതിയിരുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു ഉത്തരവ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഏകദേശം 5 മണിക്കൂറോളമാണ് അന്ന് വാദം നടന്നത്. അതിൽ 4 മണിക്കൂറിലധികവും വാദം നടത്തിയത് ഇഡിയാണ്. ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് അന്ന് കോടതിയിൽ ഹാജരായത്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയാണ് അന്ന് ഹാജരായത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ വാദങ്ങൾ എല്ലാം തള്ളിയിരിക്കുന്നു. ഇഡിയുടെ വാദങ്ങൾ ശരിവച്ചിരിക്കുകയാണ്. വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾക്കെതിരെയും വിമർശനം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. PMLA നിയമവുമായി ബന്ധപ്പെട്ട പല വകുപ്പുകളും അതുപോലെ തന്നെ വ്യവസ്ഥകളും വിചാരണ കോടതി പരിശോധിച്ചില്ല, അല്ലെങ്കിൽ ഇത് പരിഗണിച്ചില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും.